ഫ്രണ്ട്സ്, അങ്ങനെ എല്ലാവരും കാത്തിരുന്നൊരു നോട്ടിഫിക്കേഷൻ ആയിരുന്നു RPFൻ്റെ. അപ്പോൾ RPFൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ പറയുന്നത്. നമ്മുടെ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് വെക്കുക, അതോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനലിൽ കയറിയ വീഡിയോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ ഇവിടെ കാണാൻ പറ്റും. ഒട്ടനവധി വേക്കൻസി കാര്യങ്ങൾ നമ്മൾ ഡെയിലി വീഡിയോസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നമ്മുടെ ചാനൽ പരിചയപ്പെടുത്തി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇവിടെ നമുക്ക് ഈ പറയുന്ന RPFൻ്റെ നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നോട്ടിഫിക്കേഷൻ നമ്പറൊക്കെ ഇവിടെ കാണാം. സെൻട്രലൈസ്ഡ് എംപ്ലോയ്മെൻറ്റ് നോട്ടീസ് നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാം. RPF 1/2024 ആൻഡ് RPF 2/2024 ഇങ്ങനെയാണ് നോട്ടിഫിക്കേഷൻ നമ്പർ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് വിളിച്ചിരിക്കുന്ന പോസ്റ്റ് ഏതാണെന്ന് വെച്ചാൽ സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റും കോൺസ്റ്റബിൾ എന്ന് പറയുന്ന പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത്. അത് ഈ പറയുന്ന റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിലേക്കും അതുപോലെ തന്നെ റെയിൽവേ പ്രൊട്ടക്ഷൻ സ്പെഷ്യൽ ഫോഴ്സിലേക്കും ആയിട്ടാണ് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇതിൻ്റെ നോട്ടിഫിക്കേഷനിൽ പ്രധാനമായിട്ടും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. രണ്ട് കാറ്റഗറിയാണ്, ഒന്ന് നമ്മുടെ കോൺസ്റ്റബിൾ എന്ന് പറയുന്ന പോസ്റ്റിലേക്കും ഒന്ന് സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കും. അപ്പോൾ RPF നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും 1/2024 സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്നതാണ് അതിൻ്റെ നോട്ടിഫിക്കേഷൻ നമ്പറാണത്. ദെൻ RPF 2/2024 കോൺസ്റ്റബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഓപ്പണിംഗ് ഡേറ്റ്, ഓൺലൈൻ അപേക്ഷയുടെ സ്റ്റാർട്ടിംഗ് ഡേറ്റ് നിങ്ങൾക്ക് കാണാം 15/4/2024 ഇതിൻ്റെ ഓപ്പണിംഗ് ഡേറ്റ്. ദെൻ ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ്, അപേക്ഷയുടെ ക്ലോസിംഗ് ഡേറ്റ് 14/5/2024. ഓക്കെ, അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഡേറ്റുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇപ്പം വിളിച്ചിരിക്കുന്ന അസിസ്റ്റൻറ്റ് ലോക്കോ പൈലറ്റ് ഒക്കെ ഉണ്ടായിരുന്നില്ല, അതിലേക്കൊക്കെ ഒരുപാട് നമ്മൾ ഡീറ്റെയിൽ നോട്ടിഫിക്കേഷൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മുഴുവൻ കാണാത്തത് കൊണ്ട് ഒരുപാട് പേര് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് മിസ്റ്റേക്കുകൾ ആവർത്തിച്ച് അവർക്ക് 250 രൂപ വീണ്ടും കൊടുത്തത് എന്താണ് കറക്റ്റ് ചെയ്യേണ്ട അവസ്ഥയിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ടും കാണുക, നോട്ടിഫിക്കേഷൻ്റെ വീഡിയോ ഒക്കെ കാണാൻ നിർബന്ധമായിട്ടും, അല്ലെങ്കിൽ നിങ്ങൾ നോട്ടിഫിക്കേഷൻ മുഴുവനായിട്ടും വായിച്ച് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ്. ഇനി നമുക്കിതിൻ്റെ എലിജിബിലിറ്റി കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ RPF 1/2024 ഇതിലേക്ക് നമ്മളിതിൽ നിശ്ചിതമായിട്ടുള്ള ഹൈറ്റ് വെയിറ്റ് കാര്യങ്ങളൊക്കെ വേണം കേട്ടോ. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പോൾ RPF 1 ഇതിലേക്കുള്ള സെലക്ഷൻ മെത്തേഡ് എല്ലാം പറയും. അപ്പോൾ RPF 1/2024 സബ് ഇൻസ്പെക്ടർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് പേ ലെവൽ ഇവിടെ 6 ആണ് വരുന്നത്. ഇതിലേക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ഗ്രാജുവേഷനാണ്, എനി ഗ്രാജുവേഷനാണ്. അപ്പോൾ റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ഈ ഓൺലൈൻ അപേക്ഷയുടെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ടുള്ള 14/5/2024 റിസൾട്ടൊക്കെ വന്നിരിക്കണം കേട്ടോ. അപ്പോൾ ഫൈനൽ ഇയർ പഠിക്കുന്നവർക്കൊന്നും ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിലുള്ള ബിരുദം ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. പിന്നെ ഇതിൽ ഏറ്റവും നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഏജ് ലിമിറ്റാണ്. അപ്പം നമുക്ക് 20 to 25 വയസ്സാണ് സാധാരണഗതിയിൽ ഇതിൽ നോർമലി ഉണ്ടാവാറ്. പക്ഷേ നമുക്ക് ഈ COVID-19 ഭാഗമായിട്ട് നമുക്കൊരു 3 വർഷം എന്തിന് റിലാക്സേഷൻ തന്നിട്ടുണ്ട്. അതാണ് ഇതിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം. അപ്പോൾ ഈ പറയുന്ന 20 to 28 വയസ്സിൻ്റെ ഉള്ളിലുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, ഏജ് കണക്കാക്കുന്ന തീയതി 1/7/2024 ഈ 1/7/2024 നിങ്ങൾക്ക് 20 to 28 വയസ്സിൻ്റെ ഉള്ളിലുള്ളവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. 35,400 അതിൻ്റെ ബേസിക് ഇനീഷ്യൽ പേ എന്ന് പറയുന്നത്. നമുക്ക് ഏകദേശം സ്റ്റാർട്ടിംഗ് എമൗണ്ട് ആയിട്ട് പിന്നെ ഒട്ടനവധി അലവൻസി കാര്യങ്ങളുണ്ടായിരിക്കും. ഇതിലേക്ക് ടോട്ടൽ വേക്കൻസി 452 അപ്പോൾ വേക്കൻസിയുടെ എണ്ണം നോക്കേണ്ട, വേക്കൻസി കൂടാനും കുറയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഇതിനടുത്തത് RPF 2/2024 ആണെങ്കിൽ ഇതിലേക്ക് കോൺസ്റ്റബിൾ ആണ്. ഇതിൻ്റെ പേ ലെവൽ കട 3 ആണ്. ഇതിലേക്ക് ജസ്റ്റ് 10ാം ക്ലാസ് മാത്രം പാസ്സായവർക്ക് അപ്ലൈ ചെയ്യാം. വേറെ യാതൊരുവിധ ടെക്നിക്കൽ ക്വാളിഫിക്കേഷനോ അങ്ങനെയുള്ള ഒരു സംഭവം വേണ്ട. ജസ്റ്റ് 10ാം ക്ലാസ് പാസ്സായിരിക്കുക എന്നുള്ളതാണ്. ഇതിൻ്റെ ഇനീഷ്യൽ പേ വരുന്നത് 21,700. ഓക്കെ, ദെൻ ഇതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഇവിടെ പറയുന്നുണ്ട് B1 എന്ന്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഞാൻ പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങളെ ആശങ്കപ്പെടുത്തുന്നില്ല. അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ പറയുന്ന രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ മെഡിക്കൽ സ്റ്റാൻഡേർഡിനെ കുറിച്ചൊക്കെ വീഡിയോ ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതിൽ 18 to 28 ഇതിലേക്ക്. അപ്പോൾ B1 എന്ന് പറയുമ്പോൾ അതിലേക്ക് നമുക്ക് കന്നഡ വെച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യും, ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, വീഡിയോ ആ സമയത്ത് കാണണം. ഓക്കെ, 18 to 28 ഇതിൻ്റെ ഏജ് ലിമിറ്റ് വരുന്നത്. ഇതിലും എന്താണ് 3 വർഷം ഈ പറയുന്ന കോവിഡ് കാരണം നമുക്കൊരു 3 വർഷം എന്ത് ചെയ്തിട്ടുണ്ട്, റിലാക്സേഷൻ തന്നിട്ടുണ്ട്. അപ്പോൾ സാധാരണ ഇതിൽ 25 ഇതിൻ്റെയൊക്കെ ഏജ് ലിമിറ്റ് പറയാറ്. എന്നാൽ SC/ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഇപ്പോൾ അവർക്ക് എത്ര വയസ്സ് വരെ അപ്ലൈ ചെയ്യാമെന്ന് വെച്ചാൽ അവർക്ക് 33 വയസ്സ് വരെ അപ്ലൈ ചെയ്യാം. OBC ആണെങ്കിൽ അവർക്ക് 31 വയസ്സ് വരെയും അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതിലേക്ക് 4208 വേക്കൻസിയാണ് വന്നിരിക്കുന്നത്. ആകെ മൊത്തം 4660 വേക്കൻസിയാണ് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം. ഇതാണ് ഇതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, എസെൻഷ്യൽ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. അപ്പോൾ SIയിലേക്ക് നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയത്തിൽ ഗ്രാജുവേഷൻ, എനി ഗ്രാജുവേഷനാണ്. കോൺസ്റ്റബിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് 10th പാസ്സായിരിക്കുക എന്നുള്ളതാണ്. ഓക്കെ,
ഇനി ഇതിൻ്റെ മോഡ് ഓഫ് എക്സാമിനേഷൻ, മോഡ് ഓഫ് സെലക്ഷൻ കാര്യങ്ങളൊക്കെ വെച്ചാൽ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, പിന്നെ നിങ്ങൾക്ക് ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് ഉണ്ടായിരിക്കും, പിന്നെ ഫിസിക്കൽ മെഷർമെൻറ്റ് ഉണ്ടായിരിക്കും, പിന്നെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഉണ്ടായിരിക്കും. ഇതായിരിക്കും ഇതിൻ്റെ. അപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആയിരിക്കും ഉണ്ടായിരിക്കുക. പിന്നെ ഇതിലേക്കുള്ള അപേക്ഷാ ഫീസ് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. ഇതൊക്കെ കുറേ ആൾക്കാർ ഒരുപാട് പൈസ അവർക്ക് നഷ്ടപ്പെടാൻ കാരണമായിട്ടുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പറയുന്ന ഉദ്യോഗാർത്ഥികൾ താഴെ പറയാത്ത, ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ 2 എന്ന് പറയുന്ന ഈ കോളത്തിൽ പറയാത്ത ഉദ്യോഗാർത്ഥികളെല്ലാം എന്ത് ചെയ്യണം, 500 രൂപ ഇനിഷ്യലി പേയ്മെൻറ്റ് ചെയ്യണം. അതായത് ജനറൽ, EWS, OBC കാൻഡിഡേറ്റ്സ് ഒക്കെ ആണെങ്കിൽ അവരെന്ത് ചെയ്യണം, 500 രൂപ ഫീ അടയ്ക്കണം. ഓക്കെ, അപ്പോൾ 500 രൂപ നമ്മൾ ഫീ അടയ്ക്കണം. അത് നമുക്ക് 400 രൂപ എന്ത് ചെയ്യും, റീഫണ്ട് ലഭിക്കും. ഓക്കെ, 500 രൂപയാണ് നമ്മൾ ഫീ അടയ്ക്കേണ്ടത്, 400 രൂപ നമുക്ക് എന്ത് ചെയ്യും, റീഫണ്ട് ലഭിക്കും. റീഫണ്ട് ലഭിക്കുക എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ റീഫണ്ട് ലഭിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അതെന്താ അങ്ങനെയെന്ന് വെച്ചാൽ പലരും എക്സാമിന് അപ്ലൈ ചെയ്യും, എക്സാമിന് പോകില്ല. അപ്പോൾ അത് എന്താണ്, ഈ എക്സാം നടത്തുന്ന ഓർഗനൈസേഷൻ ഒരുപാട് ബാധ്യത വരുത്തുന്നുണ്ട്. അപ്പോൾ എക്സാമിന് പോകാത്തവരെ ഫണ്ട് അതെന്ത് ചെയ്യും, അത് പിടിക്കും. അപ്പോൾ അത് അവർക്ക് എന്ത് ചെയ്യാം, ആ നഷ്ടം അവർക്ക് നികത്താൻ പറ്റും. പിന്നെ റീഫണ്ട് കിട്ടുന്നതിന് വേണ്ടി എല്ലാവരും എക്സാം എഴുതും എന്നുള്ളതും പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. എന്നാൽ SC ST അതുപോലെ തന്നെ എക്സ് സർവീസ്മാൻ, ഫീമെയിൽ കാൻഡിഡേറ്റ്സ് ഇങ്ങനെയുള്ള ഉദ്യോഗാർത്ഥികൾക്കൊക്കെ 250 രൂപ അടച്ചാൽ മതി. ഇനി ബാക്കി ഇതൊക്കെ നിങ്ങൾക്ക് പുതുതായിരിക്കും. ഇപ്പോൾ ഇത് SC ST എക്സ് സർവീസ്മാൻ, ഫീമെയിലൊക്കെ നമ്മൾ എല്ലാത്തിലും കാണുന്നതാണ്. അതിൽ ഇവിടെ മൈനോറിറ്റീസിനും 250 അടിച്ചാൽ മതി. ആരാ മൈനോറിറ്റീസ് എന്ന് വെച്ചാൽ മൈനോറിറ്റി റിലീജിയൻ, അതായത് മുസ്ലിം, ക്രിസ്ത്യൻ, സിഖ് അങ്ങനെയൊക്കെയുള്ള മതങ്ങളുണ്ടല്ലോ, അങ്ങനെയുള്ള മതത്തിലുള്ള ആളുകളാണെങ്കിൽ അവർക്ക് എന്താ ചെയ്താൽ മതി, 250 രൂപ അടച്ചാൽ മതി. ഓക്കെ, എന്നാൽ ഈ പറയുന്ന ഇക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസ് അത് EWS അല്ല, ഇത് EBC എന്ന് പറയും. ഇവർക്ക് ഈ ഫീ റിലാക്സേഷൻ മാത്രമേ ഉള്ളൂ കേട്ടോ, പോസ്റ്റ് റിസർവേഷനോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ EBCക്കും എക്കണോമിക്കലി ബാക്ക്വേർഡ് ക്ലാസ്സസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ BPL കാർഡിലുണ്ട്. BPL കാർഡ്, APL അല്ല, BPL കാർഡ്, അതായത് നിശ്ചിതമായിട്ടുള്ള വളരെ കുറഞ്ഞ വരുമാനത്തിലുള്ള ആളുകളാണ് EBS കാറ്റഗറിയിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ BPL കാർഡൊക്കെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വില്ലേജിന് അതിൻ്റെ ഒരു സാക്ഷ്യപത്രം കിട്ടുകയാണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങൾക്ക് 250 രൂപ അടച്ചാൽ മതി. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫീൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഈ പറയുന്ന കാറ്റഗറിയിൽ ഉള്ള ആളുകൾ 250 രൂപ അപേക്ഷിക്കുന്ന സമയത്ത് കൊടുക്കണം. ആ ഫുൾ എമൗണ്ട് 250 എന്ത് ചെയ്യും, അവർക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 250 അവരുടെ അക്കൗണ്ടിലേക്ക് എന്ത് ചെയ്യും, റീഫണ്ട് ആവും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ട വിവിധ RRB വഴിയാണ്. അപ്പോൾ നമുക്ക് ഏത് RRB വഴി വേണമെങ്കിലും ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ RRBയുടെ പേരുകളിവിടെ കാണാം. അപ്പം നമ്മൾ ചെന്നൈ RRB വഴി, നമുക്ക് ഏത് RRB വേണമെങ്കിലും വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതെന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചെയ്യും. പിന്നെ നമ്മൾ ഓൺലൈനായിട്ട് അപേക്ഷ നൽകി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നിങ്ങൾ ബന്ധപ്പെടാൻ നിങ്ങൾക്ക് നമ്മുടെ ഇൻസ്റ്റയുടെ ലിങ്ക് വീഡിയോയുടെ താഴെ ഉണ്ടായിരിക്കും. ആ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഇൻസ്റ്റയുടെ എല്ലാ ലിങ്കുകൾ കാര്യങ്ങളുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഓൺലൈനായിട്ട് ഫോമുകളൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇതിലേക്ക് നിശ്ചിതമായിട്ടുള്ള ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ സാധാരണഗതിയിൽ ഇതിൻ്റെ ഹൈറ്റൊക്കെ മിനിമം ഹൈറ്റ് വേണ്ടത്, ഇപ്പോൾ ജനറൽ OBC ഒക്കെ ആണെങ്കിൽ അവർക്ക് മെയിൽ കാൻഡിഡേറ്റ്സിന് 165 സെൻറ്റിമീറ്ററും ദെൻ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് 157 സെൻറ്റിമീറ്ററും ഹൈറ്റ് വേണം. ഈ SC ST കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്ക് 160 സെൻറ്റിമീറ്റർ ഹൈറ്റ് മതി. ഫീമെയിൽ ആണെങ്കിൽ അതിൽ 152 സെൻറ്റിമീറ്റർ മതി. SC ST മെയിൽ ആണെങ്കിൽ 160, ഫീമെയിൽ ആണെങ്കിൽ 152. ഓക്കെ, ഇനി മെയിൽ കാൻഡിഡേറ്റ്സ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ചെസ്റ്റ് നോർമൽ കണ്ടീഷൻ 80ഉം എക്സ്പാൻഷൻ കണ്ടീഷൻ 85 സെൻറ്റിമീറ്ററും വേണം. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. അപ്പം ബേസിക്കായിട്ട് അത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ വെച്ച് പറയുന്നത്. ഇനി ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, ഡീറ്റെയിൽഡ് നോട്ടിഫിക്കേഷനിൽ പറയും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങൾ നമ്മുടെ ചാനൽ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുക. താങ്ക്